സ്ട്രഗിൾസ് ഫോർ ഈക്വാളിറ്റി. എല്ലാ വ്യക്തികളും നിയമത്തിനു മുൻപിൽ തുല്യരാണെന്നും ഏതൊരു വ്യക്തിക്കും അയാളുടെ മതം, ലിംഗം, ജാതി, സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമുണ്ടാകില്ല എന്നും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു. പ്രായപൂർത്തിയായ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് തുല്യാവകാശമാണ്. ഇത്തരത്തിൽ ബാലറ്റ് പെട്ടിക്കുമേലുള്ള അധികാരം ഉപയോഗിച്ച് ജനങ്ങൾ വർഷങ്ങളായി തങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും മാറ്റുകയും ചെയ്യുന്നു. ഒരു വോട്ട് ഒരു വ്യക്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമത്വബോധം യഥാർത്ഥത്തിൽ എല്ലാവരിലും ഇല്ല. പാവപ്പെട്ട ആളുകൾക്ക് അവഗണന നേരിടുകയും അവർക്ക് നീതി ലഭിക്കുകയും ചെയ്യുന്നില്ല. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലും അവർക്ക് നീതി ലഭിക്കുന്നില്ല. വീട്ടുജോലിക്കാർ, ചെറുകിട കർഷകർ തുടങ്ങിയ നിരവധി പേർ ദാരിദ്ര്യവും വിഭവങ്ങളുടെ കുറവും കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം നിർബന്ധിത ജോലി എടുക്കേണ്ടതായി വരുന്നു. ഇന്ത്യയിൽ മതം, ജാതി, ലിംഗഭേദം എന്നിവയുടെ അടിസ്ഥാനത്തിലും ആളുകൾ അസമത്വം നേരിടുന്നു. സ്ട്രഗിൾസ് ഫോർ ഈക്വാളിറ്റി. ലോകത്തിലുള്ള ജനങ്ങളൊക്കെയും തങ്ങളുടെ അവകാശത്തിനായും സമത്വത്തിനായും പോരാടുകയും തങ്ങൾ നേരിടുന്ന വിവേചനം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സ്ത്രീകളും അവരുടെ സമത്വത്തിനായി പോരാടുന്നു. മധ്യപ്രദേശിലെ തവ മത്സ്യസംഘം പ്രശ്നപരിഹാരത്തിനായി ആളുകൾ ഒരുമിച്ച് പോരാടുന്നതിൻ്റെ ഉദാഹരണമാണ്. ബീഡി തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, കർഷകർ, ചേരി നിവാസികൾ തുടങ്ങിയവർ സമത്വത്തിനും നീതിക്കും വേണ്ടി നിരന്തരം സമരങ്ങളിൽ ഏർപ്പെടാറുണ്ട്. തവ മത്സ്യസംഘ് എന്താണെന്ന് നോക്കാം. മധ്യപ്രദേശിലെ സത്പുര വനത്തിൽ നിന്നും കുടിയിറക്കപ്പെട്ടവർ കാടിൻ്റെ അവകാശങ്ങൾക്കായി പോരാടുന്ന മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെയും ഫെഡറേഷനാണിത്. 1958 തവ അണക്കെട്ടിൻ്റെ നിർമ്മാണം ആരംഭിച്ചതോടെ അത് പൂർത്തിയാകുന്നതുവരെ വനത്തിൻ്റെയും കാർഷിക മേഖലകളുടെയും വലിയ ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായി. ഇത് കാട്ടുനിവാസികളെ വലിയ പ്രതിസന്ധിയിലാക്കി. തവ റിസർവോയിൽ മത്സ്യബന്ധനത്തിന് സർക്കാർ അവകാശം നൽകിയെങ്കിലും 1994 അത് സ്വകാര്യ കരാറുകാർക്ക് മാത്രമായി. കരാറുകാർ പാവപ്പെട്ട ഗ്രാമീണരെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ ഒരു യൂണിയൻ രൂപീകരിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഒരു സംഘടന സ്ഥാപിക്കുകയും ചെയ്തു. അതാണ് തവ മത്സ്യസംഘം. പ്രതിഷേധങ്ങൾ കടുത്തതോടെ ഗവൺമെൻറ് 1996 ഗ്രാമീണർക്ക് മത്സ്യബന്ധനത്തിനുള്ള അവകാശം നൽകി. ഇത്തരത്തിൽ സമത്വത്തിനു വേണ്ടി നിരവധി സമരങ്ങൾ നടക്കാറുണ്ട്. സമകാലീന സംഭവങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ടതാണ്.